ഗ്രാമർ ചർച്ചാവേദിയുടെ 27ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പ്രസന്റ് ടെൻസ് 4 ഫോമും കണ്ടു കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അടുത്ത സ്റ്റേജ് പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ അത്രയും സിമ്പിൾ ആണ് സിമ്പിൾ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാര്യമാണ് സിമ്പിൾ പാസ്റ്റിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുക. അതായത് കഴിഞ്ഞുപോയി, അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഒരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ അതിലൊരു സൂചനയോ ഒന്നുമില്ലാതെ വെറുതെ ഒരു കാര്യം കഴിഞ്ഞു എന്ന് തന്നെ. അതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ഇൻഡിക്കേഷൻ, പാസ്റ്റിലാണ് നടന്നത് എന്നുള്ളൊരു സൂചന അതിനകത്ത് ഉണ്ടായിരിക്കും. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ദിസ് മോർണിംഗ്, ഇങ്ങനെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, ഇൻ 2020, ഇങ്ങനെയുള്ള സൂചനകൾ ഉണ്ടായിരിക്കും. ആ സൂചനകൾ ഉണ്ടെങ്കിൽ, ടൈം ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാസ്റ്റ് ആക്ഷൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റ് ടൈം ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് V2 ഫോം ആണ്. V1 നമ്മൾ കണ്ടു, ഗോ എന്ന് പറയുന്നത് V1 ആണ്, ഗോസ് എന്ന് പറയുന്നത് അതിന്റെ സിംഗുലർ ആണ്. V2 എന്ന് പറയുന്നത് വെന്റ്. ലുക്ക്, ലുക്ക്ഡ്, അല്ലെ? സ്ട്രോങ് വെർബും വീക്ക് വെർബും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് വെർബ്സ് എന്ന് പറയുമ്പോൾ ED കൊണ്ട് V2 ഉണ്ടാക്കുന്ന എല്ലാം തന്നെയും സ്ട്രോങ് വെർബ്സ് ആണ്. ഗോ, വെന്റ്, ഗോൺ, ED ചേർത്തല്ല ഉണ്ടാക്കുന്നത്, അത് വീക്ക് വെർബുമാണ്. ഇതിലെ V2 ഫോം വെന്റ്, ലുക്ഡ് എന്നിങ്ങനെയുള്ള വീക്ക് ഫോമാണ് ഇതിൽ ഉപയോഗിക്കുക. യെസ്റ്റർഡേ ഐ വെന്റ് ടു മാർക്കറ്റ്. കണ്ടോ, യെസ്റ്റർഡേ ഇന്നലത്തെ കാര്യമാണ്. ടുമാറോ അല്ല, എപ്പോഴത്തെ കാര്യമല്ല, ഇന്നലത്തെ കാര്യം മാത്രം. പിന്നെ എന്ത് സംഭവിച്ചു എന്നോ അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നോ എന്നോ ഒരു സൂചനയുമില്ല. ജസ്റ്റ് ഒരു പാസ്റ്റ് ആക്ഷൻ സൂചിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ V2 കൊണ്ടുള്ള പ്രയോജനം. അതാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ടെൻസ് ഫോമും സിമ്പിൾ പാസ്റ്റ് ആണ്. V2 ഉപയോഗിക്കുക. അതിനുകൂടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പാസ്റ്റ് ഇൻഡിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒന്നില്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരിക്കും, യെസ്റ്റർഡേ എന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ എന്ന്. ഒരു പാസ്റ്റ് സംഭവത്തിന്റെ ശേഷമായിരിക്കും ഈ പറയുന്ന സംഭവം നടക്കുക. അതായത് ക്രമാനുഗതമായി പാസ്റ്റ് ആക്ഷൻ പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു, ബാത്റൂമിൽ പോയി കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, സ്കൂളിൽ പോയി, ഇങ്ങനെ ക്രമാനുഗതമായിട്ട് ക്രമം തെറ്റാതെ ക്രമമായിട്ട് പാസ്റ്റ് ആക്ഷൻ പറയുകയാണെങ്കിൽ എല്ലാം V2 ഫോം ഉപയോഗിച്ച് പാസ്റ്റ് ടെൻസിൽ തന്നെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ക്രമം തെറ്റരുത്. ക്രമം തെറ്റിക്കഴിഞ്ഞാൽ ടെൻസ് വേറെ പോകും. അതുകൊണ്ട് ക്രമം തെറ്റാതെ കൃത്യമായി പാസ്റ്റ് ആക്ഷൻസ് അടിയിൽ പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് V2 തന്നെയാണ്, സിമ്പിൾ പാസ്റ്റ് തന്നെയാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു പാസ്റ്റ് ടൈമിലാണ് നടന്ന എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആ സെന്റൻസിലോ അതിന് മുമ്പത്തെ സെന്റൻസിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എവിടെയെങ്കിലുമോ ഉണ്ടെങ്കിൽ അതിനുശേഷം വരുന്നതെല്ലാം തന്നെയും സിമ്പിൾ പാസ്റ്റ്, അതായത് V2 ഫോം ആയിരിക്കും. ഇത്രയും സിമ്പിൾ ആണ് സിമ്പിൾ പാസ്റ്റ്. അടുത്ത ആഴ്ച നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് അടുത്ത ആഴ്ച സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.